ഇനി കൂളായി പഠിക്കാം. കൊടുങ്ങല്ലൂർ GLPSHലെ ശീതീകരിച്ച LKG UKG ക്ലാസ് മുറികൾ ഉദ്ഘാടനം ചെയ്തു. കൊടുങ്ങല്ലൂർ GLPSHലെ ശീതീകരിച്ച LKG UKG ക്ലാസ് മുറികൾ ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയുടെ ചുമതലയിലുള്ള GLPSHS ശൃംഗപുരം എൻ്റെ കൂടി പൂർവ്വ വിദ്യാലയമാണ്. ആദ്യാക്ഷരം പഠിപ്പിച്ച ഈ വിദ്യാലയത്തിന് 1 ലക്ഷം രൂപ ധനസഹായം നൽകുന്നതിന് തീരുമാനമെടുക്കുകയും അത് മുൻപൊരിക്കൽ ഈ വിദ്യാലയത്തിൽ പണി പൂർത്തീകരിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടന വേളയിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. വിദ്യാർത്ഥികൾക്ക് ഉചിതമായ എന്തെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. ഒരു ലൈബ്രറിയോ പുസ്തക ശേഖരമോ അത് സൂക്ഷിക്കുന്നതിനുള്ള ഷെൽഫുകളോ ഒക്കെ നൽകുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. എൻ്റെ കലാപരവും സാഹിത്യപരവുമായ വാസനകളെയെല്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു വിദ്യാലയമാണ് ഇത്. അതുകൊണ്ടാണ് ആ നിലയിലുള്ള ആലോചന എൻ്റെ മനസ്സിലുണ്ടായത്. പക്ഷേ സ്കൂളിലെ രക്ഷാകർതൃ സമിതിയും മറ്റ് അധികാരികളും പുസ്തകങ്ങളെക്കാൾ ശീതീകരിക്കുന്ന നിലയിൽ AC ആണ് ഏറ്റവും ആവശ്യം എന്ന നിലയിൽ തിരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി ഞാൻ സംഭാവന ചെയ്ത 1 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് LKG UKG ക്ലാസ് മുറികൾ ശീതീകരിക്കാനാണ് രക്ഷാകർതൃ സമിതിയും അധ്യാപക സമൂഹവും എല്ലാം ചേർന്ന് തീരുമാനമെടുത്തത്. ആ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കുകയാണ്. ഈ വിദ്യാലയത്തിലേക്ക് ആദ്യമായി കടന്നു വരുന്ന കൊച്ചു കൂട്ടുകാർക്ക് ഇനിമേൽ ശീതീകരിച്ച LKG UKG ക്ലാസ് മുറികളിൽ ഇരിക്കാൻ സാധിക്കും. വളരെ കുളിർമയേറിയ അന്തരീക്ഷത്തിൽ അവർക്ക് ആദ്യ പരിശീലനം ലഭിക്കും. വിദ്യാർത്ഥികളുടെ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആദ്യത്തെ സാമൂഹ്യവൽക്കരണ പ്രക്രിയയിലെ ആദ്യത്തെ ഘട്ടം അവർക്ക് ഈ കുളിർമയേറിയ അന്തരീക്ഷത്തിൽ ശിശു സൗഹാർദ്ദപരമായ നിലയിൽ ചെലവിടാൻ സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ ആശംസിക്കുകയാണ്. ആ വിദ്യാലയം എൻ്റെ ഗൃഹാതുര സ്മരണകളുടെ ഒരു പൂക്കൂടയാണ്. അതിന് എക്കാലത്തും നിറഞ്ഞ ഹൃദയത്തോടെ ഭാവുകങ്ങൾ നേരുകയാണ്. അവിടെ പഠിച്ചു വരുന്ന എല്ലാ കൊച്ചു കുഞ്ഞുങ്ങൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദനങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ശീതീകരിച്ച LKG UKG ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം നിർവഹിച്ചതായി സസന്തോഷം അറിയിക്കുന്നു. സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ പഠിപ്പിച്ച ഹൈറുനീസ ടീച്ചറുടെ ഓർമ്മയ്ക്കായി സ്കൂളിന് 1 ലക്ഷം രൂപ സംഭാവന ചെയ്തിരുന്നു. ആ പണം ഉപയോഗിച്ചുകൊണ്ടാണ് PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ LKG UKG ക്ലാസ് മുറികൾ ശീതീകരിച്ചത്. സ്കൂൾ പ്രധാന അധ്യാപിക KM മുംതസ് ടീച്ചർ സ്വാഗതം പറഞ്ഞ യോഗത്തിൽ കൊടുങ്ങല്ലൂർ നിയോജക മണ്ഡലം MLA അഡ്വക്കേറ്റ് PR സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. വലിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പുറത്തുള്ള വിദ്യാലയവും മാറ്റങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. 5 കോടി രൂപയോളം തന്നെ 2 വിദ്യാലയങ്ങളിലുമായിട്ട് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. 65 കോടി രൂപയോളം നമുക്ക് ഈ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിൽ നമ്മൾ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. 5000 കോടി രൂപയോളം കേരളത്തിൽ മാത്രം വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങളും ഭൗതിക സാഹചര്യങ്ങളിലുണ്ടായിട്ടുള്ള വലിയ മാറ്റവും അക്കാദമിക നിലവാരത്തിൽ നിന്നുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഈ 10 വർഷക്കാലം നമ്മൾ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ മുഖ്യാതിഥിയായിരുന്നു. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK ഹാഷിഖ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാധാകൃഷ്ണൻ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ലത ഉണ്ണികൃഷ്ണൻ, കൗൺസിലർ രാംദാസ്, PTA പ്രസിഡന്റ് റസാഖ് ചിറക്കൽ, ശാലിനി ദേവി, അഞ്ജന തമ്പി, KA അനീഷ് എന്നിവർ സംസാരിച്ചു. സീനിയർ അധ്യാപിക സ്മിത ജോർജ് നന്ദി പറഞ്ഞു.